ഹായ് ഓൾ, എൻ്റെ പിന്നിൽ ഇപ്പോൾ ഒരു മതിൽ കാണുന്നുണ്ട് അല്ലേ? ഈ മതിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കി, ഈ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ ബ്രിക്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഒരു ബ്രിക്ക്, അതിൻ്റെ കൂടെ മറ്റൊരു ബ്രിക്ക്, അതിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഒരു വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മളോട് ആരായിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ദിസ് വാൾ? ഈ വാൾസ് ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഒരു ബ്രിക്കാണെന്ന് പറയും അല്ലേ? ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബ്രിക്ക്, അതാണ് ഇതിൻ്റെ ഒരു ബേസിക് യൂണിറ്റ്. ഇതുപോലെയുള്ള ഒരുപാട് കല്ലുകൾ കൂടിച്ചേർന്ന് അട്ടിക്കട്ടിക്ക് വെച്ച് അതുപോലെ തന്നെ പിന്നെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ബന്ധിപ്പിക്കാനൊക്കെ സിമെൻ്റൊക്കെ ഉപയോഗിക്കും. പക്ഷേ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഒരു കല്ലാണ്, അല്ലെങ്കിൽ ഒരു ബ്രിക്കാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടികയാണ് എന്ന് നമ്മൾ പറയും. റൈറ്റ്. ഇതുപോലെ നമ്മളിലേക്ക് വരും. നമ്മൾ ബയോളജിയെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. ബയോളജിയിൽ നമ്മൾ ജീവനുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഓർഗാനിസം അതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് യൂണിറ്റ് എന്താ? ഈ മതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ് അല്ലേ? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുറേ കല്ലുകൾ അട്ടിക്കട്ടിക്ക് വെച്ചതുപോലെ കുറേ സെല്ലുകൾ അടക്കി വെച്ചിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ, ജീവനുള്ള എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് സെല്ലിനെ പറയുന്നത്. ഇത് നമുക്ക് ആദ്യം മനസ്സിലായെന്ന് വെച്ചാൽ, റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം കോർക്ക് സെല്ലുകൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കോർക്കിനെ അതിനെ സ്ലൈസ് ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ലെൻസിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ചെറിയ പിന്നെ എന്താ പറയുക, ഒരു സെല്ലുകൾ പോലെ, അതായത് ജയിലുകളിലൊക്കെ ഉള്ള സെല്ലുകൾ പോലെ അല്ലെങ്കിൽ മോങ്സ് ഒക്കെ ധ്യാനിക്കാനിരിക്കുന്ന സെല്ലുകൾ പോലെയുള്ള സ്ഥലങ്ങൾ പോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം സെൽസ് എന്ന് പേരിട്ടത്. ലിറ്റിൽ റൂം എന്നുള്ളതാണ് സെൽ എന്ന ആ ഒരു വേർഡിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടേം വന്നിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഒരു വാൾ ഒരുപാട് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് പോലെ ഒരു ജീവി ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്.